ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സരള വീണ്ടും അങ്ങ് പറഞ്ഞു തുടക്കുകയാണ്. രാജേട്ടൻ്റെ പണത്തിൻ്റെ പകുതിയും സത്യഭാമയുടെ ബിസിനസ്സിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. പിന്നെ ഇവരുടെ വിഷ്ണുവും സുസ്മിതയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചത് ഇവളുടെ ഒരു ഔദാര്യം കൊണ്ടൊന്നുമല്ല, അവളൊരു ബിസിനസ്സിലെ ലാഭം കണ്ടിട്ട് തന്നെയാണ്. പക്ഷേ എൻ്റെ മകൾക്ക് പകരം വന്നു കയറിയതോ ദേ ഇവളും എന്ന് പറഞ്ഞ് ശാലിനിയുടെ അടുത്തേക്ക് തിരിയുകയാണ്. എൻ്റെ മകളുടെ അയലത്ത് വരാനുള്ള യോഗ്യതയുണ്ടോ നിനക്ക്? പണത്തിലോ പദവിയിലോ കുടുംബ പാരമ്പര്യത്തിലോ എന്തെങ്കിലും ഒന്നും പറഞ്ഞ് ശാലിനിയും അങ്ങ് അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അന്നേരം എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ പെട്ട് പിഴച്ചെങ്ങാണം ഇവൾക്ക് IAS കിട്ടിക്കഴിഞ്ഞാൽ അത് നിനക്ക് നല്ല കച്ചവടം തന്നെയാണ് ഫാമേ, പക്ഷേ നിൻ്റെ മകൻ്റെ കാര്യമാണ് കഷ്ടം എന്ന് പറഞ്ഞ് വിഷ്ണുവിന് നേരെ ചൂണ്ടി സംസാരിക്കുകയാണ്. ഇവൾക്ക് IAS കിട്ടിയാൽ ഇവൻ എന്നും മാർക്കറ്റിലെ വട്ടിപ്പലിശ പിരിവുകാരൻ തന്നെയാണ്. ഇവളുടെ പെട്ടി എടുക്കാനുള്ള യോഗ്യതയെങ്കിലും അവനുണ്ടാകുമോ? ഇവളുടെ ഗൺമാൻ കണ്ടാൽ ഇവൻ്റെ തലക്കിട്ട് കൊട്ടും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ശാലിനിയും അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ പക്ഷേ വിഷ്ണു ആണെങ്കിൽ അതൊക്കെ അങ്ങ് പുച്ഛിച്ച് തള്ളുകയാണ്. തുടർന്ന് സരളയാണെങ്കിൽ പ്രീതിയുടെ അടുത്തേക്ക് ചെന്ന് തോളിലിങ്ങനെ കൈവയ്ക്കുകയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിന്റെ തലയാണ് എൻ്റെ മകൾ കല്ലിലേക്ക് ഇടിച്ച് കോമ അവസ്ഥയിലാക്കിയത് എന്ന് പറഞ്ഞിട്ട് ആദ്യം ചിരിച്ച് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് അർജുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീയാണ് എൻ്റെ മകൾക്കെതിരെ കേസ് വാദിച്ചത് അല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പൊന്നിക്കും രമണപിള്ളയ്ക്കും നേരെ തിരിയുകയാണ്. ഇവിടുത്തെ കാര്യസ്ഥനും സെർവൻറ്റിനും വരെ കാര്യങ്ങൾ അറിയാമായിരുന്നോ? ഞാൻ 1-2 തവണ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് എന്നോട് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് നേരെയും ദേഷ്യമാണ്. തുടർന്ന് രാഘവൻ നായരോടാണ്, നീതിനിഷ്ഠനായ രാഘവേട്ട, നിങ്ങൾ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് സരളയെന്നും പറഞ്ഞ് രാഘവൻ നായർ ഇങ്ങനെ തപ്പുകയാണ്. അന്നേരം വേണ്ടാന്നും പറഞ്ഞിങ്ങനെ കൈ എടുത്ത് കാണിക്കുകയാണ് രാഘവൻ നായർക്ക് നേരെ ഏട്ട് സരള. ഇനി സംസാരം ഒന്നും വേണ്ട, നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മകളെ ക്രൂശിച്ചില്ലേ? എൻ്റെ നഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ട് ഇനി ഒരു വരവ് കൂടി ഞാൻ വരും, അത് കഴിഞ്ഞൊരു കൂടിക്കാഴ്ചയുണ്ട് നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞിങ്ങനെ ഫാമയെ ചൂണ്ടിക്കാണിക്കുകയാണ്. തുടർന്ന് അങ്ങ് കാറിലേക്ക് പോവുകയാണ്. കാറിലേക്ക് കയറാൻ നേരം പറയുന്നുണ്ട്, ഫാമയെ, നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന അപകടത്തേക്കാൾ വലിയ വേദനയൊന്നും വേറെ വരാനില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ചിന്തിക്കുകയാണ്. തുടർന്ന് ഒന്നുകൂടി തിരിഞ്ഞിട്ട് സരള പറയുന്നുണ്ട്, പ്രീതി നിൻ്റെ കുഞ്ഞെവിടെയെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് സരള അങ്ങ് കാറി കയറി പോവുകയാണ്. തുടർന്ന് അർജുനേട്ട നമ്മുടെ മോളെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രീതി പറയുമ്പോൾ വാ നോക്കാമെന്നും പറഞ്ഞ് എല്ലാവരും മുകളിലേക്ക് പോവുകയാണ്. നേരെ നോക്കടാന്ന് വിഷ്ണുവിനോട് രാഘവൻ നായരും പറയുന്നുണ്ട്. തുടർന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞു പക്ഷേ കട്ടിലിരുന്ന് കളിക്കുന്നുണ്ട്. അന്നേരം പ്രീതിക്കും ശാലിനിക്കും ഒന്ന് ആശ്വാസമാവുകയാണ്. പിറകെ ഓടി വരുന്ന അർജുനും വിഷ്ണുവിനും ഒക്കെ ശ്വാസം ഒന്നേരമാണ്. കുഞ്ഞിനെ കാണുമ്പോഴാണ് ശ്വാസം നേരെ വിടുന്നത്. തുടർന്ന് പ്രീതി കുഞ്ഞിനെ പോയി എടുക്കുന്നുണ്ട്, ശാലിനിയും എടുക്കുകയാണ്. തുടർന്ന് അർജുനാണെങ്കിൽ ആശ്വാസത്തോടെ അങ്ങ് കട്ടിലിരിക്കുന്നുണ്ട്. ഫാമയും അപ്പോഴും രമണപിള്ളയല്ല പൊന്നി അങ്ങോട്ടത്തേക്ക് എത്തുന്നുണ്ട്. അന്നേരം താഴെ രമണപിള്ളയും പിന്നെ രാഘവേട്ടനും താഴെ ഇരിക്കുന്നേ ഉള്ളൂ. അന്നേരം മോനെ എന്തായടാ എന്നിങ്ങനെ താഴെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ചമോൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവം കാത്തു എന്നിങ്ങനെ രാഘവൻ നായരും പറയുകയാണ്. പക്ഷേ താഴേക്ക് വരുന്ന സത്യഭാമയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. സരള പറഞ്ഞതിനെക്കുറിച്ച് ഓർത്തൊക്കെ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ കാറിൽ പോകുന്ന സരള വീണ്ടും സത്യഭാമയെ ഫോൺ ചെയ്യുകയാണ്. ഒറ്റ നിമിഷം ഒന്ന് കുലുങ്ങി അല്ലേ ഭാമയെ? നിൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും കൂടി എൻ്റെ ഒരു ഒറ്റ വാക്കിൽ പകച്ചു പോയില്ലേ? ആ ഒരു അമ്പരപ്പ് നീ കണ്ടില്ലേ? അത്രയേ ഉള്ളൂ നീയും നിൻ്റെ ആൾക്കാരുമൊക്കെ. തൽക്കാലം നിൻ്റെ കൊച്ചുമകളെ ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് തീക്കളിയാണ്. അതിന് ഞാനൊരു ഗ്യാരണ്ടിയും ചെയ്യില്ല. ഏത് അസ്ത്രവും ഏത് സമയത്ത് ഞാൻ എടുത്ത് പ്രയോഗിക്കും. ഞാൻ അംഗം കുറിച്ചതേ ഉള്ളൂ, ഇനിയാണ് യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് 5 ഡയലോഗൊക്കെ പറഞ്ഞിട്ട് സരള അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ സത്യഭാമ തിരിച്ചൊരക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ സത്യഭാമ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട് സരളയുടെ പ്രവൃത്തിയിലും വർത്തമാനത്തിലും ഒക്കെ. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ രാജീവ് വരുന്ന വഴി കാത്തു നിൽക്കുകയാണ്. രാജീവിൻ്റെ വണ്ടി വരുന്നതും കാട്ടും. തുടർന്ന് രാജീവിൻ്റെ വണ്ടി ഇങ്ങനെ ദൂരെ വരുന്നത് കാണുമ്പോൾ റോഡിന് ഇങ്ങനെ കുറുകെ കയറി നിൽക്കുകയാണ്. തുടർന്ന് രാജീവ് പെട്ടെന്ന് ഇങ്ങനെ വണ്ടി വെട്ടിച്ച് മാറ്റുമ്പോൾ ശാരദാമ്മ അങ്ങ് സൈഡിലേക്ക് മാറുന്നില്ല, വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ എന്താ ചാകാൻ ഇറങ്ങിയിരിക്കുകയാണോ എന്നും പറഞ്ഞ് രാജീവ് ദേഷ്യത്തോടെ ഇറങ്ങുന്നുണ്ട്. അന്നേരം സാറിൻ്റെ കൈ കൊണ്ട് ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത്രയും സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സാറ് അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്തോ കുറ്റമാണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കുറ്റം ചെയ്തത് ഞാനല്ലേ, അതുകൊണ്ടല്ലേ സാർ എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്തത്? പലതവണ ഞാൻ കോളേജിൽ വന്നു, കോളേജിൻ്റെ ഗേറ്റിൽ പലതവണ കാത്തു വന്നു, കണ്ടിട്ടും സാറ് കാണാത്ത പോലെ എങ്ങ് പോയി. പിന്നെ ലോഡ്ജിൽ വന്നാലും ഇല്ലാന്ന് തന്നെയാണ് മറുപടി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണമെന്നായിരുന്നു? ശാരദാമ്മ ഇപ്പം പറഞ്ഞല്ലോ കോളേജിലും ലോഡ്ജിലും ഒക്കെ പടികൾ കയറി ഇറങ്ങിയ കഥ. അതിനു മുമ്പ് നിങ്ങളുടെ വീട്ടിൻ്റെ പടികൾ എത്രയോ തവണ ഞാൻ കയറി ഇറങ്ങി, അടി കിട്ടിയിട്ടും ഞാൻ വന്നില്ലേ ഒരു നാണവും ഇല്ലാതെ. എന്നിട്ടും നിങ്ങളുടെ മകളുടെ മുഖം ഒന്ന് ദർശിക്കാൻ പോലും എനിക്കായില്ല. ആ സെറ്റിൽമെൻറ്റ് കോളേജ്
കോളനിയിൽ വരെ ഞാൻ വന്നു, മനഃപൂർവ്വം നിങ്ങൾ എന്നെ ഒഴിവാക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴും അല്ല മോനെ ഇപ്പം ഞാൻ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ ഓ അതും എനിക്ക് മനസ്സിലായി, എൻ്റെ കല്യാണം ആലോചന നടക്കുകയാണെന്ന്, ഞാൻ പെണ്ണ് കാണാൻ പോയെന്ന് നിങ്ങൾ എവിടെ നിന്നോ ഒക്കെ മണത്തറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് മുടക്കാനായിട്ടാണ് എൻ്റെ കാല് പിടിക്കാനും അത് നടത്തലെന്നൊക്കെ പറയാനല്ലേ നിങ്ങൾ വന്നതെന്ന് പറയുകയാണ്. ശാരദാമ്മയ്ക്ക് സംസാരിക്കാനായിട്ട് രാജീവ് ഒരു അവസരം കൊടുക്കുന്നില്ല. ഇത്രയും കാലം നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ലല്ലോ, ഞാൻ ഉണ്ടോ, ഉറങ്ങിയോ, ജോലിക്ക് പോകണോ, കള്ളം കുടിച്ച് ഏതെങ്കിലും ഓടയിൽ കിടക്കുകയാണോ, ഒന്നും തിരക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ സുഖമായിട്ട് ജീവിക്കരുത്, നിങ്ങളുടെ മകളെ പിരിഞ്ഞു കഴിഞ്ഞാലും വേണ്ടില്ല, എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകരുത്. അന്ന് ഞാൻ കോളേജിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അമ്മ എനിക്കൊരു കല്യാണാലോചനയൊക്കെ നടത്തുന്നുണ്ട്, അത് എനിക്ക് തിരസ്കരിക്കാനായിട്ട് സാധിക്കില്ല, നല്ലത് വന്നാൽ നടത്തുമെന്നൊക്കെ. ഇതെന്തായാലും ഈ കല്യാണാലോചനയുമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും, ഇത് നടത്തുക തന്നെ ചെയ്യും എന്നിങ്ങനെ രാജീവ് ശാരദാമ്മയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് അതങ്ങ് വിഷമോ ഷോക്കായി നിൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, മോൻ ഇത്രയൊക്കെ ആലോചിച്ചുറപ്പിച്ച് നിർത്തുകയല്ലേ, മോനൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സ്ഥാനത്ത് മോൻ്റെ അമ്മയായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു, അതൊക്കെ ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും ഇനി മോൻ്റെ മാർഗ്ഗതടസ്സമായിട്ട് ഈ ശാരദ എന്തായാലും വരില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ശാരദമ്മ ഒരു നിമിഷം തിരിഞ്ഞു നിൽക്കുകയാണ്. കുടുംബശ്രീയുടെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു എൻ്റെ മോള്. അവൾക്ക് ആഗ്രഹമൊക്കെ കൊടുത്തത് സാറാണ്. സാറ് പിന്നെ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴേ ഒരു നേരത്തെ ആഹാരം തരാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. കല്യാണം താലി കെട്ടിയ ശേഷമാണ് സാറ് അവളെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അന്നേരമാണ് ഞാൻ ആ കല്യാണ കഥ പോലും അറിയുന്നതും അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ സാർ അന്ന് അവളുടെ കൈ പിടിച്ചപ്പോൾ അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുമെന്ന് ഞാൻ കരുതി. കല്യാണം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തിരക്കാനായിട്ട് ഞാൻ വന്നില്ല. 4 ചുവരുകൾക്കുള്ളിൽ എങ്ങനെ സംസാരിക്കുന്നു, എന്ത് പെരുമാറുന്നു ഒന്നും തിരക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയല്ല. അവൾക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഒക്കെ ഉണ്ടായാൽ അതൊക്കെ തിരുത്തേണ്ടത് സാറാണ് എന്നൊക്കെ ശാരദാമ്മ കരഞ്ഞങ്ങ് പറയുമ്പോൾ രാജീവ് ഉത്തരമില്ലാതെ തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, സാറിനറിയാമോ, ഇപ്പോൾ അവൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് കാലങ്ങളായി, അവളെൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല. അങ്ങനെ ഇനി ഒരിക്കൽ കൂടി അവളോടൊപ്പം ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അവസാനമായിട്ട് കുടുംബശ്രീയിൽ ഒരു ശാരദയുണ്ട്, ഇനി ഒരു ശാരദയുടെ കൂടെ ആവശ്യമില്ല. ഭർത്താവിൻ്റെ താലി മറ്റൊരാളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു ശാരദ കൂടി കരിയും പോയുമൊക്കെ കൊള്ളാനായിട്ട് അങ്ങനെ ഒരു സ്ത്രീയെ നമ്മുടെ വീടിന് ആവശ്യമില്ല. അതുകൊണ്ട് ഇത്തിരി വിഷം ഞാൻ അവർക്ക് അവസാനമായിട്ട് കലക്കി അങ്ങ് കൊടുക്കും, ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കും എന്നിങ്ങനെ നേരെ കണ്ണുകളോടുകൂടി ശാരദാമ്മ രാജീവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അന്നേരം രാജീവിനങ്ങ് ആകെ വിഷമാവുന്നുണ്ട്. അത്രയും പറഞ്ഞ് സങ്കടത്തോടെ ശാരദാമ്മയൊക്കെ നടന്നു പോവുകയാണ്. അന്നേരം ശാരദാമ്മയെന്ന് ഇങ്ങനെ രാജീവ് വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശാരദാമ്മ കേൾക്കുന്നില്ല, അങ്ങ് പോവുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രാജീവിന് ഒരുപാട് വിഷമമാവുന്നുണ്ട്. നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കരുതിയ ശാരിക ഇപ്പോൾ ഇരുട്ടത്ത് നിൽക്കുകയാണ്. സാറിന് അറിയുമോ എന്നൊക്കെയുള്ള ശാരദാമ്മയുടെ വാക്കുകൾ നേരെ രാജീവ് ഒന്നുകൂടെ ഓർക്കുകയാണ്. ഇതേസമയം തുടർന്ന് ആ സെല്ലാണ് കാണിക്കുന്നത്. സെല്ലിൽ സുസ്മിത ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സരോജ അവിടെ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് സെല്ല് തുറന്നിട്ട്, സുസ്മിത ഇങ്ങോട്ട് വന്നേ, നിനക്കൊരു വിസിറ്റർ ഉണ്ടെന്ന്. അന്നേരം എനിക്ക് വയ്യ, നാഴികയ്ക്ക് 40 വട്ടം ഓരോരുത്തർ ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഒഴുകി വരാനായിട്ട് ഞാനെന്താ വെള്ളക്കടുവയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സരോജ അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം ഒരു സ്ത്രീയാണ്, നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്നാണ് ആ സ്ത്രീ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഏത് തന്തയ്ക്ക് പിറക്കാത്തവളാണ് വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ സുസ്മിത ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം നിന്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ സുസ്മിത അങ്ങ് വല്ലാതാവുകയാണ്. അന്നേരം സരോജ ഒന്ന് ചിരിക്കുന്നുണ്ട്. അന്നേരം സരോജം പറയുകയാണ്, നീ പറഞ്ഞത് ശരി തന്നെയാടി സുസ്മിത എന്ന്. ഇതേസമയം സരള ലിഡിയ പോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അവളുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ, അമ്മയോ, ഇങ്ങനെ ഒരു കഥാപാത്രം ഇതിനു മുമ്പേ പിക്ചറിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഞാനിവിടെ ഇല്ലായിരുന്നു, മുംബൈയിലായിരുന്നു, ഹസ്ബൻഡിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ, ഈ മുംബൈ എന്ന് പറയുന്നത് ആമസോൺ മഴക്കാടുകളിലൊന്നും അല്ലല്ലോ, ഇവിടുത്തെ വാർത്തയൊന്നും അങ്ങോട്ട് വരുന്നില്ലായിരുന്നു എന്ന് ലിഡിയ അപ്പോൾ ചോദിക്കുകയാണ്. ഒരു സങ്കടാവസ്ഥയിലാണ് സരള ഇരിക്കുന്നത്. അത്രയ്ക്ക് മോശമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കോൺസ്റ്റബിളിനോടൊപ്പം സുസ്മിത എത്തുന്നത്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ ഓടി സരള അടുത്തേക്ക് വരുമ്പോൾ സരള അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അങ്ങോട്ട് മാറി നിൽക്കടി, ഇവിടെ ഒരു കാര്യം സംസാരിക്കുന്നത് കേട്ടില്ലേ, ലിഡിയ മേഡം പറയും മേഡം എന്നും പറഞ്ഞ് സരള തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. ലിഡിയയ്ക്ക് ആദ്യം അത് ചെറുതായിട്ട് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇവളിവിടെ കാണിച്ചു കൂട്ടിയ തോന്നിയാസങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ സരള അങ്ങ് സങ്കടഭാവത്തോടെ ഇരിക്കുകയാണ്. ജ്യൂസിൽ വിഷം ചേർത്ത് ഭർത്താവിനെ കൊന്ന കാമുകനെ കൊന്ന കാമുകിയോ സ്ത്രീധനം പോരാന്ന് പറഞ്ഞ് ഇവിടെ ഡോക്ടറെ ആത്മഹത്യയിലേക്ക് നയിച്ച ആരോ ഒന്നുമല്ല ഇവിടുത്തെ താരം, ഇവളാണ് താരം. ഇനിയും ഇവള് നന്നാവാനായിട്ട് തയ്യാറല്ലെങ്കിൽ ഇവളെ നടു ഞാൻ ചവിട്ടിക്കൂട്ടും, 2 കാലിൽ ഇവള് നിവർന്ന് നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും വേണ്ട മേഡം, ഇവളെ ഞാൻ ശരിയാക്കിക്കൊള്ളാം, നന്നാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ്. അന്നേരം ഇനി എന്ന് നന്നാക്കാനാണ്, കതിരിമയെ കൊണ്ടുപോയി വളം വെക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ മേഡം എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഇവിടെ ചൂരിലിരിപ്പുണ്ടോ മേഡം എന്നിങ്ങനെ പരിഹസിച്ച് സരള ചോദിക്കുകയാണ്. അന്നേരം ലിഡിയയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്, തന്നെ കളിയാക്കുകയാണ്. അന്നേരം ലിഡിയ ഡെസ്ക് ആ മേശപ്പുറത്ത് ഇങ്ങനെ 2 കൈ കൊണ്ട് അടിച്ച്, നിങ്ങൾ
എന്നെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം സരളയാണെങ്കിൽ ഇങ്ങനെ ആ കസേരയിലേക്ക് ഒന്നുകൂടി ഞെളിഞ്ഞിരുന്ന് കാലുമേ കാലിയേറ്റി ചിരിക്കുകയാണ്, ഇരുന്നങ്ങ് ആടുകയാണ്. അന്നേരം അത്രയും നേരം വരെ ഈ സരള അമ്മ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് സുസ്മിത ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ അവസാനത്തെ ഡയലോഗിൽ സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടെ സരളയെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വന്നിരിക്കുന്നത്. പക്ഷേ ഇനി അവിടെ സരള ഇനി എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നും അറിയില്ല. ഇനിയെല്ലാം അടുത്ത എപ്പിസോഡിലാണ്. ഓക്കെ, താങ്ക് യു.